ഹലോ ഡിയേഴ്സ്, നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 2 കപ്പ് ബസ്മതി റൈസിന് 1/2 കിലോ ചെമ്മീനാണ് എടുക്കുക. അപ്പോൾ 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഞാനിവിടെ 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോഴാണ് നല്ലൊരു കളറൊക്കെ കിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടിട്ടാണ്. പിന്നെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരല്പം പെപ്പർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ അധികം എരിവിൽ, ഒരു മീഡിയം എരിവിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തു. ഒരടപ്പ് ആപ്പിൾ സിഡർ വിനെഗറാണ് ഉപയോഗിച്ചത്. നാരങ്ങ നീരോ സാധാരണ വിനെഗറോ ഒക്കെ ഉപയോഗിക്കാം. നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടാൻ വേണ്ടിയിട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടി തേച്ച് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക. 15 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം. നമുക്ക് വേറൊരു പാൻ എടുക്കണം. നമ്മളിത് 1 പോട്ട് റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ ബിരിയാണിയേക്കാളും നല്ല ടേസ്റ്റാണ് ഇതിന്. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കില്ലേ, അത്രയും പണിയില്ല, അതിലും ടേസ്റ്റിയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഈ പാനിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ, ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡ് എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത സൈഡും കൂടി ഇതേപോലെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ചെമ്മീനും കൂടി ബാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതേ രീതിയിൽ തന്നെ പൊരിച്ച് മാറ്റി വയ്ക്കാം. നമ്മളിതിൻ്റെ ഇടയ്ക്കൊന്നും ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റൈസൊക്കെ റെഡിയായ ശേഷം നമ്മുടെ റൈസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടച്ചു വെച്ച് ദം ചെയ്തെടുക്കുന്ന പോലെ അങ്ങ് എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ ഈ മസാല കരിഞ്ഞു പോകാതെ അപ്പം തന്നെ നമ്മൾ ഈ ഒരു സവാള റെഡിയാക്കി വയ്ക്കണം. 2 സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്ത് വഴറ്റുന്നത്. അതിലേക്ക് കുറച്ച് കറി ലീവ്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ സമയത്ത് ഇട്ടാൽ മതിയാവും. നന്നായിട്ട് വഴന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ പേസ്റ്റായിട്ടല്ല ചേർത്തത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഫ്രഷായിട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുക്കില്ലേ, അങ്ങനെ ചതച്ചെടുത്തത് ചേർത്തതാണ്. നല്ല അടിപൊളി സ്മെല്ലും ഒക്കെ വരും. ആ സമയത്ത് ഒരു 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് കേട്ടോ, എരിവ് ഉള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3-4 ചേർത്താൽ മതിയാവും മാക്സിമം. അപ്പോൾ ആ രീതിയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. നമ്മളൊരു കറി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒറ്റ പാനിൽ ഇതെല്ലാം കൂടി നടക്കുകയും ചെയ്യും. ഒരു വെറൈറ്റി റൈസുമാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കണ്ട. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എന്താ പറയുക, നമുക്കൊരു മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈതർ നമ്മുടെ വീട്ടിൽ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓളായിട്ടുള്ള സ്പൈസസും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഗ്രാമ്പൂവും പട്ടയും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഏറ്റവും നല്ലത് വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. നല്ല കട്ടി പാൽ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോക്കനട്ട് പൗഡറാണ്. കോക്കനട്ട് പൗഡർ ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തതാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നു. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലർ ഈ ഒരു തേങ്ങാപ്പാലിന് പകരം തേങ്ങ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ തേങ്ങ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ടേസ്റ്റിനേക്കാളും എപ്പോഴും നല്ലത് തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ. ഞാനിത് ഒരു ഹിന്ദി യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷിൽ ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റി വന്നു കേട്ടോ. 2 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി വെച്ചതാണ് ഞാൻ ചേർത്ത് നന്നായിട്ട് ഇളക്കിയത്. അതിന് ശേഷം 2 കപ്പിനെന്ന് പറയുമ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ നോക്കുമ്പോൾ 2 കപ്പിന് 3 കപ്പ് വെള്ളം വേണമല്ലോ. അത് ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ഇത് അടച്ചു വെച്ച് വേവിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് നമ്മുടെ ഇവിടെ ഫാമിലിയിൽ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ട് നമ്മളങ്ങനെ ചേർത്ത് കൊടുത്തില്ല. പകരം കറി ലീവ്സാണ് ചേർത്തേക്കണേ.
അടച്ചു വെച്ചൊരു 10 മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് റെഡിയായി വരും. കണ്ടോ, ഇങ്ങനെ വിട്ട് ഒട്ടും തന്നെ കട്ടയൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി സ്മെല്ലിലുള്ള റൈസാണ് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യില്ലേ, നന്നായിട്ട് ഉരുകിയ നെയ്യ് ഇതേപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ മുകളിൽ കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്താ പറയുക, ചെറിയ ചൂടിൽ വെച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുമ്പോഴേക്കും എല്ലാത്തിലേക്കും ആ ഒരു സ്മെല്ലും സ്പൈസസിൻ്റെ ഇതും എല്ലാം പിടിച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.